ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഒരു പാൽ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. പാൽ കേക്ക് റെഡിയാക്കാൻ വേണ്ടി 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പാട കെട്ടാനോ അടിയിൽ പിടിക്കാനോ പാടില്ല. ഇതുപോലെ കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടിരുന്ന് നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ എത്രയാണോ പാലെടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയാകുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാലാകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരില്ലെങ്കിൽ 1 സ്പൂൺ വിനാഗിരി ചേർത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ നീര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പാലൊന്ന് പിരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ പാല് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ കുറുക്കിയെടുക്കാം. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സ്വീറ്റാണിത്. ഏകദേശം 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ സമയം വേണ്ടി വരും ഇത് റെഡിയാക്കിയെടുക്കാൻ. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഇതൊന്ന് മെൽറ്റായി വരും. അപ്പോൾ ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിത് വീണ്ടും കുറുക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയ്യ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് 1 സ്പൂൺ കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാൽ കേക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്ക് നെയ്യ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്കിൻ്റെ മിക്സ് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്നും വിട്ട് വരണം. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടകിയതിന് ശേഷം നമ്മുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പാൽ കേക്ക് പ്ലേറ്റിൽ നിന്നും വിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് ചൂടാക്കിയാൽ മതിയാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാൽ കേക്ക് പ്ലേറ്റിൽ നിന്നും വിട്ട് വരും. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബദാമോ പിസ്തയോ എന്തെങ്കിലും ഒന്ന് ഒരു ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.